ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതിന്റെ 3 എക്സ്പീരിയൻസ് ആണ്. എൻ്റെ 3 മൈൽ സ്റ്റോൺ ആണ്. ഫ്രം എ വൈൽ ഞാൻ ആലോചിക്കുന്നു എനിക്കൊരു ലോങ് റൈഡ് പോകണം ബൈക്കിന്. ആൻഡ് ദാറ്റ് ടു ഐ ട്രാവൽ ഫ്രം കൊച്ചി ടു ഹൈദരാബാദ് കഴിഞ്ഞൊരു 150 കിലോമീറ്റേഴ്സ്, ഒരു വെമുലവാഡ ഒരു ടെമ്പിൾ സിറ്റി ഉണ്ട് തെലങ്കാനയിൽ, അവിടെ വരെ ഞാൻ ട്രാവൽ ചെയ്തു. സോ ടോട്ടലി കവറിങ് ഡിസ്റ്റൻസ് ഓഫ് 1350 കിലോമീറ്റർ വൺ സൈഡ്. അങ്ങനെ അത് ഒരു മൈൽ സ്റ്റോൺ കവർ ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ, ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് റൈഡ് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബട്ട് ഹിയർ ഫ്രം ഹൈദരാബാദ് കഴിഞ്ഞൊരു 50 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് ചിക്കബല്ലാപൂർ വരെ നമുക്ക് ഈ ഒരു ഹൈവേ, നിങ്ങൾ ഈ കാണുന്ന NH എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ സ്ട്രെച്ചാണ്. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു റിസ്ക്കും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചാണ്. ആൻഡ് ഐ അച്ചീവ്ഡ് എന്താ പറയുക, ഞാൻ ഇതുവരെ ഓടിച്ചതിൽ വെച്ച് I covered 2 hours 39 minutes. 2 hours 39 minutes that counts to around 160 മിനിറ്റിൽ ഞാൻ 220 കിലോമീറ്റർ കവർ ചെയ്തു. വെരി എഫോർട്ട്ലെസ്ലി, വലിയ എഫോർട്ടൊന്നും ഇല്ലാതെ കവർ ചെയ്തൊരു ഡിസ്റ്റൻസ് ആണ്. ഞാൻ കോൺസ്റ്റൻ്റ്ലി ഒരു 80 to 120 അതിനിടയ്ക്ക് മാത്രം, അതും വളരെ റിലാക്സ്ഡ് ആയിട്ട് സ്ലോ ഡൗൺ ചെയ്ത് അങ്ങനെ പോയൊരു കിലോമീറ്റർ ആണ്. ബട്ട് ഡിസ്റ്റൻസ് വളരെ എളുപ്പത്തിൽ കവർ ചെയ്തു. ഗൂഗിൾ മാപ്പ് കാണിച്ചതിനേക്കാളും ഒക്കെ ഡബിൾ സ്പീഡിൽ ഇത് കവർ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ബ്യൂട്ടിഫുൾ റോഡ്. ആൻഡ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഹാർലി X440യിലാണ്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് അത് 28.6 ആണ്. ബിക്കോസ് 83 കിലോമീറ്റർ പെർ ഹവർ ഒരു ആവറേജ് സ്പീഡ് ഞാൻ ട്രാവൽ ചെയ്തത് കൊണ്ടാണ് ഐ ഗോട്ട് ദിസ് ലോ മൈലേജ്. ഞാൻ ഈ ഒരു ജേർണി ആക്ച്വലി തുടങ്ങിയപ്പം തൊട്ട് 2 തവണ ഈ ഒരു ട്രിപ്പ് മീറ്റർ ലൈക്ക് റീസെറ്റ് ആയിട്ടുണ്ട്. 0-ൽ ഫസ്റ്റ് 1000 കഴിഞ്ഞു, സെക്കൻഡ് 1000 കഴിഞ്ഞു, ആൻഡ് തേർഡ് ഇപ്പോൾ 2.3 ഈ ട്രിപ്പ് മീറ്റർ നിൽക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഞാൻ അങ്ങനെ ഇത് കൊച്ചി ടു ഹൈദരാബാദ്, പിന്നെ അവിടുന്ന് 150 കിലോമീറ്റർ പോയ ദൂരവും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അതേ ദൂരം ലൈക്ക് അനന്തപുരം ഹാഫ് ഡിസ്റ്റൻസ് ആകാറാകുന്നു. ആൻഡ് ടോട്ടലി 2 തവണ ട്രിപ്പ് മീറ്റർ റീസെറ്റ് ആയതുകൊണ്ടാണ് 2000 പ്ലസ് 2.3 കിലോമീറ്റേഴ്സ് ആണ് ഞാനിപ്പോൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ടു 38 hours 40 minutes 38 മണിക്കൂർ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമാണ്. ആൻഡ് അങ്ങനെ ആ ഒരു ഓവറോൾ മൈലേജ് 32.5 ഉണ്ട്. ബട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർലി X440 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് യു ആർ റൈഡിങ് അബോവ് 80-90 ഒക്കെ ആണെങ്കിൽ മൈലേജ് ഡ്രോപ്സ് ടു 28 or സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഐ ജസ്റ്റ് തോട്ട് ടു ഷെയർ ബിക്കോസ് ഫ്രം എ വൈൽ ഇങ്ങനെ ലോങ് റൈഡൊക്കെ പോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ലൈക്ക് ദിസ് തിങ് ഹാപ്പൻ. ജോലി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനകത്ത് ലീവൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടി. ബട്ട് എനിവേ ഈ ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് വാട്ട് ഐ ഫീൽ ഈസ് ലൈക്ക് ഒരുപാട് റിലാക്സ്ഡ് ആയി, ഒരുപാട് ഇങ്ങനൊരു വർക്ക് സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു റൈഡ് തുടങ്ങുന്നത്. ബട്ട് നൗ ഐ ഫീൽ മച്ച് റിലീവ്. കാറിൽ ട്രാവൽ ചെയ്യുന്ന പോലെയല്ല, ബൈക്ക് റൈഡിങ് ഈസ് ഡിഫറെൻറ്റ്. അതിൻ്റെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളുണ്ട്, വിൻഡ് ബ്ലാസ്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ടയർഡ്നെസ് ഉണ്ട്, ദിസ് ഹാപ്പൻസ്. ബട്ട് ഇത് വേറൊരു ലൈക്ക് എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡാണ്. സോ ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. ആൻഡ് എന്താ പറയുക, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് 1 to 3 മൈൽ സ്റ്റോൺസ് ആയിരുന്നു. ഒന്ന് ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോഴത്തേക്കും ഇറ്റ് ഓൾമോസ്റ്റ് ഞാനൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു 3000 കിലോമീറ്റേഴ്സ് ബൈക്കിന് കൗണ്ട് ആകുന്നുണ്ട്. പിന്നെ 1 ഡേയിൽ 505 കിലോമീറ്റേഴ്സ് ഞാനിത് കവർ ചെയ്തു. ഒറ്റ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബൈക്ക് ഓടിച്ചൊരു ദിവസം കൂടിയാണിത്. 505 കിലോമീറ്റർ ഞാൻ ഇന്നത്തെ ദിവസം കവർ ചെയ്തു. ബൈ 5 ഞാൻ ഈ റൈഡിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. റിലാക്സ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയാണല്ലോ വന്നത്. സോ അങ്ങനെ കാര്യങ്ങളോ പെട്ടെന്ന് എത്തണോ അങ്ങനെയൊന്നുമില്ല. ബട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ 505 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. കാറിന് 800 ആണ് ഏറ്റവും കൂടുതൽ 1 ഡേയിൽ കവർ ചെയ്തിട്ടുള്ളതിന് മുമ്പ്. ആൻഡ് ടുഡേ അഗൈൻ ലൈക്ക് as it's a new experience, so I just thought to share. I felt I should share because ഒരു മെമ്മറി ആയിട്ടും കൂടെ സേവ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ഓർത്ത് ഐ തോട്ട് ടു ടേക്ക് ദിസ് റീൽ. യാ, ദാറ്റ്സ് ഇറ്റ്.